ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് ഞാനൊരു അമ്പലം വിസിറ്റാണ്. ഇന്ന് മെയ് 10-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ 34ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ട് അവരെയും കൊണ്ട് അമ്പലത്തിൽ വരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് തളിപ്പറമ്പിനടുത്ത് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ടെമ്പിളാണ് കേട്ടോ. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. വളരെ പഴയൊരു അമ്പലമാണ്. ഞാൻ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് പോയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം, അതായത് അകത്തേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത്രയും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോണേ, ഇന്നെന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും സ്പെഷ്യൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാനായിരിക്കും. ഇനി എങ്ങോട്ടാണ് പോകണം, ഇത് കഴിഞ്ഞിട്ട് ഒന്നും അറിയില്ല. തൃച്ചംബരം പോകണം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. നോക്കാം ഇവരുടെ പ്ലാൻ എന്താണെന്ന്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം. അച്ഛനും അമ്മേനെയും കാണിച്ചു തരാം. അവർ നിങ്ങൾക്ക് എല്ലാവർക്കും ആനിവേഴ്സറി വിഷസ് അവരെ അറിയിക്കാം. അത് ഞാൻ എന്തായാലും അവരോട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കമൻസിൽ അവരത് കാണുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് അന്നെടുത്തൊരു സെയിം സാരിയാണ് കൊടുത്തിരിക്കണേ. പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു കുഞ്ഞ് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കാനുണ്ട്. എൻ്റെ ഒരു കമ്മൽ കണ്ടോ, ഈ ഒരു കമ്മലും 2 സെറ്റ് പ്രോഡക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, അനിയത്തി കുട്ടി എന്ന് പറയാം, കൃഷ്ണപ്രിയ. അപ്പം കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് കൃഷ്ണപ്രിയൻ്റെ പേജിന് ഞാനിവിടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രൊഡക്റ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവളുടെ പേജിൽ പോയിട്ട് നിങ്ങൾക്കത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം കേട്ടോ. ഒറ്റ ശ്വാസത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. കണ്ണൂര് ബർത്ത്ഡേ ഇന്ന് ഇവരുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പം തന്നെ കൺമണി വിഷ് ചെയ്തോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയൂ. എത്ര വർഷമായെന്ന് ചോദിക്കൂ. എത്ര വർഷമായെന്ന് ചോദിക്കൂ. 34. അപ്പം എന്ത് തോന്നുന്നു? അത് അമ്മയുടെ ചോദിക്കണ്ട്. അമ്മ പറയൂ, ഹാപ്പിയാണോ? ഉന്തും തള്ളൊക്കെ ആയിട്ട് 34 വർഷം തള്ളിപ്പോയി. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. 34 ഇയേഴ്സിനൊക്കെ ശേഷം ആരോട് ചോദിച്ചാലും അത്രയൊക്കെ പറയാനുണ്ടാവുള്ളൂ. എന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നവർ വളരെ കുറവായിരിക്കും. നമുക്ക് നോക്കാം. ഈ ഒരു പേജിൻ്റെ പേര് വീക്ഷ എന്നാണ് കേട്ടോ. അപ്പം എനിക്ക് കൃഷ്ണപ്രിയ അയച്ചു തന്ന 2 നെക്ക് പീസാണിത്. ഒന്ന് നമ്മുടെ ഈ ഒരു പാലക്കല്ല, ആ ഒരു ഗ്രീൻ സ്റ്റോൺ വരുന്നതും, പിന്നെ ഈ ഒരു മാങ്ങ സ്റ്റൈലും. കുറേ സ്റ്റൈലുണ്ട് കേട്ടോ അവളുടെ കയ്യിൽ. ഞാൻ പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു സെറ്റ് അയച്ചിരിക്കുന്നത്. ഫോട്ടോഷൂട്ട് നടത്തുമായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ. അപ്പോൾ കൺമണിനെ കൂട്ടാത്തതുകൊണ്ട് കൺമണി സങ്കടത്തോടെ ഇതായിരിക്കുന്നു. അവർ കൺമണിനെ ഒഴിവാക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ചിരിച്ച സൗണ്ട് വേണ്ട, സൗണ്ട് കേൾക്കില്ലല്ലേ. ഈ അമ്പലത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം എന്നാണ്. കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് എന്നൊരു 6 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ശിവലിംഗം, ക്ഷേത്രക്കുളം, സോപാനം, ക്ഷേത്രത്തിനകത്തൊരു കിണറുണ്ട്, മൂലബിംബം, അങ്ങനെ കുറേ അമൂല്യമായിട്ടുള്ള ഔഷധങ്ങൾ പൗരാണികമായി നിക്ഷേപിച്ചതിനാൽ ക്ഷേത്രച്ചിറയിലെ സ്നാനം, ക്ഷേത്ര പ്രദക്ഷിണമൊക്കെ ഭയങ്കര ഈ അസുഖങ്ങൾക്കൊക്കെ, അതായത് പ്രത്യേകിച്ച് സ്കിൻ ഡിസീസിനൊക്കെ ഒരു ഇതായിട്ട് ഇവിടെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് വരേണ്ടത് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടു, എല്ലാ മലയാള മാസത്തിലും 6-ാം തീയതി വരുന്ന മലയാളം മാസത്തിൽ 6-ാം തീയതി അതൊരു സൺഡേ ആണെങ്കിൽ അന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണെന്ന് ഏതൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായിരുന്നു, പിന്നെ അതാണ് സ്കിൻ ഡിസീസിനാണ് കൂടുതലും ആൾക്കാരൊക്കെ ഇവിടെ വരിക. എന്നാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ധനുമാസത്തിലെ തിരുവാതിര വളരെ സ്പെഷ്യലാണ് ഇവിടെ. പിന്നെ വയസ്സായവരാണെങ്കിൽ ധനുമാസത്തിലെ 18-ാം തീയതി നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം.
അങ്ങനെയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് തൃച്ചംബരം 7 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ രാജരാജേശ്വരി ടെമ്പിൾ വന്നിട്ട് 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ തളിപ്പറമ്പിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ തളിപ്പറമ്പിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ 3 ടെമ്പിൾ നിങ്ങൾക്ക് കവർ ചെയ്യാം കേട്ടോ. അതായത് തൃച്ചംബരം രാജരാജേശ്വര ടെമ്പിളും, അതുപോലെ തന്നെ തൃച്ചംബരം ശ്രീകൃഷ്ണ ടെമ്പിളും, തളിപ്പറമ്പ് രാജരാജേശ്വരി ടെമ്പിളും, പിന്നെ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ടെമ്പിൾ കേട്ടോ. ഇതിൽ തൃച്ചംബരത്തൊക്കെ ഫുഡുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെയും ഫുഡുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാജരാജേശ്വര ടെമ്പിൾ ആണെങ്കിൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് വൈകുന്നേരം 7 മണിക്ക് ശേഷമേ അവിടെ പ്രവേശനമുള്ളൂ. പകലൊന്നും അവിടെ പ്രവേശനമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തളിപ്പറമ്പിലൊക്കെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ വൈകുന്നേരം രാജരാജേശ്വരി ടെമ്പിളിലും രാവിലെ തൃച്ചംബരത്തും കാഞ്ഞിരങ്ങാടൊക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു കണ്ണൂർ ഒരു അമ്പലങ്ങളുടെ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പറശ്ശിനിയിൽ വരാം, മുത്തപ്പനെ കാണാം. അത് കഴിഞ്ഞിട്ട് പെരളശ്ശേരി പോവാം, പിന്നെ ഊർപ്പാഴ്ചയിൽ പോവാം. അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. ചാല ഭഗവതി ക്ഷേത്രമുണ്ട്, മാമാനംകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. നമുക്ക് മാടായിക്കാവുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഞാനിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ കർണാടകയിൽ ബെൽഗാമിൽ നിന്ന് ഒരു 4 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇനി എവിടെയാണ് ഞങ്ങൾ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ലിസ്റ്റൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടുത്തെ ദർശന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5:30 മുതൽ 12 മണി വരെയാണ്. അതുപോലെ വൈകുന്നേരം 5:30 മുതൽ 8:00 വരെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ കുറിച്ച് അവിടെ എഴുതി വെച്ച ടൈം കേട്ടോ. ഫുഡ് കഴിക്കാൻ നല്ല ക്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ തോട്ടുപുര. ഒരച്ചാറും ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറിയാണ് കേട്ടോ. അയ്യോ എന്തൊരു ചൂട് ഭഗവാനെ, ഭയങ്കര ചൂട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകുമായിരുന്നു. അയ്യോ കാല് ചവിട്ടാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചെരുപ്പിടാതെ വന്നത്. ചെരുപ്പ് വണ്ടിയിൽ വെച്ചിട്ടായിരുന്നു വന്നത്. പക്ഷെ കാല് പൊള്ളുന്നു. കഞ്ഞിയാണ് കേട്ടോ. പക്ഷേ ഈ ചൂടിന് കഞ്ഞി, അതും ചൂട് കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും നല്ലത് പഴങ്കഞ്ഞി കുടിക്കുന്നതാണ്. പക്ഷേ ചൂട് കഞ്ഞി ഒരു കറിയും വരുന്നേ. വരും ഒരു കറിയും പിന്നെ ഒരു അച്ചാറും ഉപ്പും ലാസ്റ്റ് പായസം നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മധുരം ഉണ്ടായിരുന്നില്ല. ഭയങ്കര മധുരം ഉണ്ടെങ്കിൽ എനിക്ക് പായസം കുടിക്കാൻ പറ്റില്ല. പക്ഷേ പായസം നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമല്ല. അതായത് കേരള ദേവസ്വത്തിൻ്റെ അല്ല ഇത്, മലബാർ ദേവസ്വത്തിൻ്റെ അല്ല ഇത്. TTK ആണ് കേട്ടോ. അതായത് തൃച്ചംബരം, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ വരുന്നത് രാജരാജേശ്വരി, തളിപ്പറമ്പ്, തൃച്ചംബരം, കാഞ്ഞിരങ്ങാട് TTK ദേവസ്വമാണിത്. അവരാണ് ഇവിടുത്തെ എംപ്ലോയീസിനൊക്കെ പൈസ കൊടുക്കുന്നതൊക്കെ ആ ഒരു ദേവസ്വത്തിൻ്റെ വകയായിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അബൌട്ട് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ടെമ്പിൾ. അപ്പോൾ ആർക്കെങ്കിലും വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും കണ്ണൂർ ജില്ലയിൽ വരുന്നവർ, അമ്പലം വിസിറ്റിന് വേണ്ടി കണ്ണൂർ വരുന്നവരെന്തായാലും ഇവിടെ വരിക. പിന്നെ ധനുമാസത്തിലാണ് വരുന്നതെങ്കിൽ ധനു 18-ന് ഇവിടെ തെയ്യമുണ്ട് കേട്ടോ. വർഷത്തിലൊരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ആ ഒരു തെയ്യം. അതൊരു രാവിലെ 2:30-3 മണി സമയത്താണ്. ഇപ്പം കുറച്ചിങ്ങനെ ഈ അരയാലിൻ്റെ താഴെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അകത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇന്നലെ രാത്രിയാണെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ മഴയുണ്ട്, എന്നാൽ പകലൊക്കെ നല്ല ചൂടുമുണ്ട്. നമ്മൾ ചക്ക മുറിച്ചു ഗൈസ്. ബട്ട് ചക്ക രസമില്ല, ചക്ക പഴുത്തിക്കില്ല, മൂക്കാത്ത ചക്കയായിപ്പോയി. കൺമണി ഉറങ്ങിയിരുന്നോ? ഇവിടെ വന്നിട്ട് കൺമഷി ചെയ്തിട്ട് കാണിച്ചോട്ടെ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. കണ്ണ് ആദ്യമായിട്ടാണ് കണ്ണെഴുതണേ. കൺമഷി ചെയ്തിരിക്കുന്നു കണ്ണ്. അതെന്തോനെ, എന്തിനാ കൺമഷി ചെയ്തേ? ഞാൻ എൻ്റെ കാജലെടുത്തിട്ട് പോകുമ്പോൾ അവൾ പറയും എൻ്റെ കണ്ണ് കുത്തുന്നു പറഞ്ഞിട്ട് എന്നെ എഴുതാൻ വിടാറില്ല. ഇന്ന് അമ്മാമ്മയുടെ കൺമഷി എടുത്തിട്ട് വന്നിട്ട് കൺമഷി ചെയ്തിരിക്കുന്നു. എന്താ ഉദ്ദേശം? അപ്പോൾ നമ്മളൊരു ചക്ക എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ദിവ്യമ്മേൻ്റെ വീട്ടിൽ നിന്ന്.
പക്ഷേ ആ ചക്ക ഒരു അധികം പാകം എത്താത്തൊരു ചക്കയായിരുന്നു എന്നാണ് നമ്മുടെ ഒരു പരിശോധനയിൽ നമുക്കിപ്പോൾ തെളിഞ്ഞത്. കാരണം അത് പഴുത്തിട്ടില്ല. എനിക്ക് മോനെ അമ്മ എണീക്കിട്ട് പച്ച ചക്ക കമ്മന് കഴിക്കുന്നുണ്ട്. അച്ഛൻ അത് വെച്ച് ചക്ക കറി ഉണ്ടാക്കി തരും പോലും, ചക്ക കൂട്ടാൻ. കമ്മിന് കരീശമി ഉറങ്ങി. മമ്മ ഉറങ്ങിയിട്ടില്ല. മമ്മ ടയേർഡാണ്. മമ്മക്ക് ഉറങ്ങണമെന്നുണ്ട്. ഇപ്പം ആരാ വരുന്നത് മോനെ? അതാരാ? അച്ഛൻ്റെ ബ്രദർ. മമ്മക്ക് ഇളയപ്പൻ, കമ്മണിക്ക് ഇളയപ്പനല്ല. കമ്മണിക്ക് അച്ഛൻ്റെ ബ്രദർ. അവരാരൊക്കെ വരും? ചേച്ചി, പിന്നെ ഇളയമ്മന്, പിന്നെ ഇളയപ്പന്. ചേച്ചിയല്ല, അത് മമ്മേൻ്റെ സിസ്റ്ററാ. അപ്പം അമ്മനിക്ക് ഒരു മേമയാവും. ആ ചേച്ചിയല്ല, ചേച്ചീനെ കമ്മണിക്ക് മേമാന്ന് വിളിക്കാം. മമ്മേൻ്റെ സിസ്റ്ററാ. മമ്മേനെ ചേച്ചി ചേച്ചി എന്നല്ലേ വിളിക്കുക? സ്വാതി ചേച്ചി എന്നല്ലേ വിളിക്കുക? ആ അങ്ങനെയാ മമ്മനെ വിളിക്കുക. എനിക്ക് മോനെ എഴുന്നേറ്റ് വിട്ടെ. മമ്മ എഴുന്നേക്കട്ടെ. കാല് വേദന എടുക്കുന്നു. എഴുന്നേക്കൂ. എഴുന്നേക്ക്. അച്ഛനോട് ഞാൻ ചക്ക മുറിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ചക്ക ഇതാ പാത്രം, ഇത് മതിയോ? എന്നിട്ട് പുറത്തുനിന്നാണ് നമ്മൾ ചക്ക വിട്ടിരിക്കുന്നത്. അയ്യോ, ചക്കയുടെ ഇത് പ്ലാൻ പോയല്ലോ, ഡ്രോപ്പ് ആയല്ലോ. കൺമണി ആ പച്ച ചക്ക ഇരുന്ന് കഴിക്കുക. ഒരാൾ ചക്ക മുറിക്കുമ്പം ഒരാൾ മാങ്ങ മുറിക്കുന്നു. അപ്പോൾ സമയം 6:30 കേട്ടോ. നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അനിയനും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മളൊരു കുഞ്ഞു കേക്കാണ് കേട്ടോ വാങ്ങിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ നമുക്ക് മുറിക്കാം, എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്കിത് കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഒരു പ്രൊമോഷനൊന്നുമല്ല, പയ്യന്നൂരുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ. പയ്യന്നൂർ ഉള്ള ഈ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു ബെസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. കേക്ക് ബേക്കാണ് കേട്ടോ. ഞാൻ ഇവരുടെ നമ്പർ കവിത എന്നാണ് കവിതേച്ചിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും. കേക്ക് ബേക്ക് വെള്ളൂരാണ് ഇവരുടെ വീട്, കാരമേൽ. വെള്ളൂർ കാരമേൽ മുച്ചിലോട്ടിൻ്റെ അടുത്താണ് കേട്ടോ കവിതേച്ചിൻ്റെ സ്ഥലം. അപ്പം നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കുനാഫ കേക്കാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. പിന്നെ കവിതേശി എന്ന് പറയുന്നത് എൻ്റെ സാറിൻ്റെ വൈഫാണ്. അപ്പം ഞാൻ ട്യൂഷന് പയ്യന്നൂരിൽ 10-ലാണ്. 10-ൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടെയുള്ള രഞ്ജിത്ത് സാറിൻ്റെ വൈഫാണ് കവിതേശി. അപ്പം നമ്മൾ യാദർശികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വെള്ളൂർ കൊട്ടണിശ്ശേരി ഉത്സവത്തിൻ്റെ സമയത്ത് കണ്ടു. അപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് കവിതേശി പറയുന്നത് എനിക്കിങ്ങനെ ഒരു പേജ് ഉണ്ട്. അങ്ങനെ നമ്പറൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എപ്പോഴും കേക്ക്സിൻ്റെ ഫോട്ടോസ് ഇടുമ്പോൾ എനിക്ക് കുനാഫ കേക്ക് ദാവൺഗറിൽ കിട്ടാത്തൊരു സാധനമാണ്. കുനാഫ എന്ന് അവിടെ അങ്ങനെയൊന്നും ഇല്ല. അവിടുത്തെ ആൾക്കാർക്ക് ടേസ്റ്റൊന്നും ഇല്ല. അവിടുത്തെ ആൾക്കാർക്കൊന്നും അറിയും പോലും ഇല്ല നല്ല കേക്ക് എന്താണെന്ന് പോലും ആ നാട്ടുകാർക്ക് അറിയില്ല. എൻ്റെ നാത്തൂൻ പറയും, ഞാനെന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഒരു സാധാരണ കേക്ക് വാങ്ങിക്കണം കൺമണീൻ്റെ ബർത്ത്ഡേക്ക് എന്ന് പറയുമ്പോൾ അവൾ പറയുമായിരുന്നു, അയ്യോ നിങ്ങളുടെ നാട്ടിലെ സാധാരണ കേക്ക് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ്. ഈ കേക്കിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ദാവൺഗര. അങ്ങനെ കേക്ക് ഉണ്ടാക്കാനൊന്നും ആർക്കറിയില്ല. അപ്പം ഇതാണ് കേക്ക് ബേക്ക്. ഇത് കൺമണി പറിച്ചു കളഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ കൺമണി കഴിക്കണം എന്നുണ്ടായിരുന്നു കൺമണിക്ക്. പക്ഷേ ഞാൻ ഇന്നലെ കൊടുത്തില്ല. ഇത് ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും ആനിവേഴ്സറി എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മളിത് കഴിക്കുന്നു പറഞ്ഞിട്ട് അവളെ കൊണ്ട് അവളെ ഞാനിങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ടേസ്റ്റ് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഞാൻ ഇന്നലെ ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ കവിതേച്ചി എനിക്കൊരു ബ്രൗണി കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്നലെ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പം. ആ ബ്രൗണിയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഏതെങ്കിലും കേക്ക് ലവേഴ്സ് ഉണ്ട്, ഇത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, ആനിവേഴ്സറി സെലിബ്രേഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് കവിതേച്ചി. ഇനി ഞാൻ കേക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും വരാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കൺട്രോൾ ചെയ്യാണ്. ഡയബറ്റിക് ആയിട്ടുള്ള അച്ഛൻ വരെ ഇന്നലെ ബ്രൗണി കഴിച്ചു. അതാണ് അതിൽ ഏറ്റവും. അച്ഛന് കുറച്ചുകൂടി സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളാണ്. അച്ഛന് മധുരം ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നിട്ട് അച്ഛൻ എങ്ങനെ ഡയബറ്റിക് ആയി എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇതിൻ്റെ മണം കിട്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഒരാൾ ഇതിൻ്റെ മണം അടിച്ചിട്ട് വന്നതാണ്. പക്ഷേ
ആയിട്ടില്ല. ആര് വരണം? ഇളയപ്പൻ അതാരാ? അച്ഛൻ്റെ ബ്രദർ. അച്ഛൻ്റെ ബ്രദർ. കൺമണി ഇളയപ്പനെ അച്ഛൻ്റെ ബ്രദർ എന്നാണ് കേട്ടോ വിളിക്കുക. കൺമണി ചെറുപ്പത്തിലെ അച്ഛനിങ്ങനെ പണ്ട് എപ്പോഴും പറഞ്ഞു എൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ അച്ഛൻ്റെ ബ്രദർ എന്നാണ് കൺമണി വിളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കും. ഇത് ആവുമ്പോൾ ഞാൻ വിളിക്കും. ഇത് തരും. ഞാൻ കഴിക്കുന്നില്ല, ഞാനിത് ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. എല്ലാവരും വന്നിട്ട് ഞാൻ തരും കൺമണിക്ക്. ഓടിക്കോ. നല്ല അനുസരണയാണ് കേട്ടോ. എൻ്റെ കുട്ടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് കേക്കിൻ്റെ വിശേഷം. അപ്പോൾ ഞാൻ കവിതേശൻ്റെ നമ്പർ പിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തായാലും പയ്യന്നൂരുള്ളവർ, പയ്യന്നൂർ സറൗണ്ടിങ്ങിലുള്ള എല്ലാവരും നിങ്ങൾ എന്തായാലും വിളിച്ചിട്ട് ഇത് ഓർഡർ ചെയ്യണം. എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ഞാൻ എന്ത് യോഗയ്ക്കാണ് പോകുന്നത്, ഒരു കൺട്രോളും ഇല്ല എനിക്ക്. പക്ഷേ മുന്നത്തെ അത്രയും ഒരു സ്വീറ്റ് ക്രേവിങ് ഇല്ല. പക്ഷേ ഇതുപോലത്തെ കേക്കും ബ്രൗണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺമണീൻ്റെ ബർത്ത്ഡേക്ക് തന്നെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛന് ഇവിടുന്ന് വേറൊരു കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും ആനിവേഴ്സറി പ്രമാണിച്ചിട്ടൊരു കേക്ക് പ്ലാൻ ചെയ്തത്. കാരണം എന്തായാലും ബാക്ക് ടു ബാക്ക് കേക്ക്സ് ആണെന്നറിയാം. അതുകൊണ്ട് ഞാൻ കൺമണീൻ്റെ ബർത്ത്ഡേക്കും ചെറിയൊരു കേക്ക് മതി. കാരണം കൺമണി കഴിക്കുന്നത് പോലെ ഞാനും കഴിക്കും. അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ കേക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്കെല്ലാവരും വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഭയങ്കര ചൂട്. ഞാൻ ഒരു കുളി കുളിച്ചു, ഇനി ഒന്നുകൂടെ കുളിക്കേണ്ടി വരും. ഇനി ഉറങ്ങുന്നത് വരെ ഇവിടെ ഒരു ദിവസം ഇപ്പോൾ ഞാൻ 4 പ്രാവശ്യം കുളിക്കുന്നുണ്ട്. കാരണം അത്രയും ചൂടാണ് കേട്ടോ. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു, ഇടി മിന്നൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും മഴ വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ മഴയൊന്നും. പിന്നെ പുറക്കാടിൻ്റെ നമ്മൾക്ക് 3-4 പൂരിയൊക്കെ വെച്ചിരുന്നിനി അതെല്ലാം ആക്കിയാണ് അങ്ങനെ പോകണം. അച്ഛന് കൊടുക്ക, അച്ഛന് വായി കൊടുക്ക്. അമ്മേനെ വിളിക്കേ, ഒരു കഷ്ണം കൊടുക്കുക. സന്തോഷത്തോടെ ആയിരിക്കലോ കൊടുക്കുന്നത്, അത് കൊടുത്തോ. എല്ലാരും കഴിക്കും ഇപ്പം. അല്ലല്ല, അമ്മ കൊടുക്ക്. എല്ലാരും സ്പൂൺ ഉണ്ട്, എല്ലാരും കഴിക്കും. എല്ലാരും കൊടുത്തിനി. ഹായ് രാജുവേട്ടാ. എന്താണ് പറഞ്ഞു? എന്റെ ഡ്രൈവിംഗ് ഗുരുവാണ്. ഇത് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ നിൽക്കണം. ഇടുന്നുണ്ട് അതുപോലെ നിൽക്കണം. അതുപോലെ നിൽക്കണം. അതുപോലെ നിൽക്കണം. എന്നെ അധികം വാരാൻ പാടില്ല. എന്റെ സൈഡ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. എനിക്ക് എല്ലാം മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഞാൻ നാച്ചുറൽ. അങ്ങനൊന്നുമില്ല പറഞ്ഞോ. എന്താണ്? ഞാനെന്ന സ്റ്റുഡന്റ് എങ്ങനെയായിരുന്നു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോ? അതിപ്പോ എങ്ങനെയാ പറയാ നിന്നോട്? എന്നെ പഠിപ്പിക്കാൻ എളുപ്പമുണ്ടെങ്കിൽ അല്ല, എളുപ്പമൊന്നുമല്ല. മോശമില്ലാതെ എടുക്കുന്നതാണ്, കുഴപ്പമൊന്നും ഇല്ലാതെ എടുക്കുന്നതാണ്. പക്ഷെ ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് ചെയ്യലില്ല പണ്ട്. ഇപ്പം വെരി ഗുഡ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നിന്നെ പോലെ എടുത്തിട്ട് ഇടുന്ന ഇത്രയും ദൂരത്ത് വരുന്ന പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം എന്നെ അച്ഛനല്ലേ പറഞ്ഞു പഠിപ്പിക്കണം തന്നെ. അപ്പൊ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനെ. അപ്പൊ രാജീവേട്ടൻ്റെ കൂടെ എപ്പോഴും എന്നെ കൊണ്ടുവരും. എന്നെ ചീത്ത പറയും. ചിലപ്പോൾ തലക്ക് മേട്ടെല്ലാം കിട്ടും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. പക്ഷെ രാജീവേട്ടൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അതിപ്പം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടൊന്നും അങ്ങനെ രാജീവേട്ടൻ നന്നായിട്ട് വണ്ടിയൊക്കെ ശ്രദ്ധിച്ച് നമുക്കിപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡ്രൈവിംഗ് സ്കിൽ അല്ല ചേട്ടാ. ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓക്കെ അടിപൊളി ഇങ്ങനെ വിചാരിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് രാജീവേട്ടൻ എൻ്റെ അച്ഛൻ്റെ കസിനാണ്. രാജീവേട്ടൻ വീട് എടാട്ടാണ്. എൻ്റെ അച്ഛനും രാജീവേട്ടനും പണ്ടേ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ്. അല്ല, ഇതിപ്പോ നീ എന്നാ വീഡിയോയിൽ ഇട്ടിട്ട് ഇവിടെ യൂട്യൂബിലുണ്ടാവോ? യൂട്യൂബിൽ കാണും. അയ്യോ, അപ്പൊ ഞാൻ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് നിൽക്കണ്ടേ? ഇതിനെ കൂടുതൽ എന്ത് മോഡേൺ? ഇത്ര നാൾ ഷർട്ട് ഇട്ട് നടന്ന ആളാണ്, ഇപ്പൊ ടീഷർട്ടിൽ വന്നിരിക്കുന്നത്. അത് വേറെ ഷർട്ട് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്താണ് ഈ മാറ്റം? ഇന്ന് ആനിവേഴ്സറി ആയിട്ടില്ലേ രാജേട്ടന്? സർപ്രൈസ് വെച്ചിട്ടല്ലേ ഇന്ന്? അങ്ങനെ രാജേട്ടൻ ഇടക്കിടക്ക് വരും നമ്മളെ കാണാൻ വേണ്ടിട്ട് അല്ലേ? ഞാൻ എന്റെ അച്ഛനുമായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇടക്കിടക്ക് വരും. ഇവർ രണ്ടും നല്ല തല്ലും കൂടും. ആർഗ്യുമെന്റ്സ് ഒക്കെ ഭയങ്കര ആർഗ്യുമെന്റ്സും ഭയങ്കര ഒച്ചപ്പാടെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും ഏട്ടാന്ന് വിളിച്ചിട്ട് വരും. അതാണ് രാജീവേട്ടനും അച്ഛനും തമ്മിൽ ബന്ധം. ഞാൻ ശരി, നിന്റെ ഫാദർ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. പോലെയാ പോവാ വരില്ലേ? അപ്പോൾ ഇളയപ്പനും ഇളയമ്മയും വാവാന്ന് നമ്മൾ വിളിക്കുന്നത്. അവളുടെ പേര് ഋത്തിക്ക എന്നാണ് കേട്ടോ, ഇളയപ്പൻ്റെ മോള്. അങ്ങനെ അവരൊക്കെ പോയി. അവർ നീലേശ്വരത്തേക്കാണ് പോകുന്നത്. അവരുടെ വീട് വന്നിട്ട്
പിന്നെ ഇവിടെയാണ് കേട്ടോ, ഇവിടെ വെളയാങ്കോട് പറഞ്ഞ സ്ഥലത്താണ്, പ്ലാത്രേൻ്റെ അടുത്താണ്, നമുക്ക് ഇവിടെ അടുത്താണ് പയ്യന്നൂർ. പക്ഷേ ഇളയപ്പൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. അപ്പോൾ അവരെല്ലാവരും ബാംഗ്ലൂരാണ്. ഇപ്പോൾ അവർ 2 വർഷമായിട്ടില്ല, ഒരു 1.5 വർഷമായിട്ട് അവർ വീടെടുത്തിട്ടുണ്ട് പ്ലാത്തറ. അപ്പം ഇപ്പോൾ ഇളയപ്പന് നാട്ടിലേക്ക് ട്രാൻസ്ഫറായി. ഇനിയിപ്പോൾ ഇളയമ്മ ജൂണിൽ ഇളയമ്മ ഇങ്ങോട്ട് മൂവ് ആവും. പിന്നെ വാവ മാത്രം ബാംഗ്ലൂരോട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതാണ് അച്ഛൻ്റെ അനിയനും ഫാമിലി. അപ്പോൾ അവർ പ്ലാത്തറയിൽ നിന്ന് നീലേശ്വരം, ഇളയമൻ്റെ വീട് നീലേശ്വരത്ത്. അപ്പോൾ നീലേശ്വരത്ത് പോകുന്ന വഴി അവർ നമുക്കൊരു വിസിറ്റ് തന്നിട്ട് പോയി. ഇനി നമ്മളെല്ലാവരും ചീമേന് തെയ്യത്തിന് പോകും. അപ്പോൾ തെയ്യത്തിന് പോകുമ്പോൾ നമ്മളെല്ലാവരും വീണ്ടും കാണും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞാൻ അകത്ത് പോയിട്ട് ഇന്ന് രാത്രി ഇനി ഭക്ഷണം ഉണ്ടോ? എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എനിക്ക് ആ കേക്കൊക്കെ തിന്നിട്ട് എനിക്ക് വിശക്കുന്നില്ല. ഇനി കേക്കിൻ്റെ റിവ്യൂ പറയാം കേട്ടോ, ഞാൻ അകത്ത് പോയിട്ട് പറയാം. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടോ. ഞാനിതിൻ്റെ ഇത്രയും കഴിച്ചു എല്ലാവരും കൂടിയിട്ട്. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാനും കണ്ണൂർ തീർക്കാൻ പോകണം. ഞാനും കണ്ണു എങ്ങനെയുണ്ട് പറയണം. എങ്ങനെയുണ്ട്? അടിപൊളി കേക്കാണോ? ഇതാരാ ഉണ്ടാക്കിയെന്നറിയോ? കവിതാൻറ്റി ഉണ്ടാക്കി തന്ന കേക്കാണ്. ഒരു കവിതാൻറ്റി. നമുക്ക് കവിതാൻറ്റിയുടെ വീട്ടിൽ പോവാട്ടോ. ഇന്നലെ എല്ലാവരും വന്നിട്ട് പോയപ്പോഴേക്കും ലേറ്റ് ആയിട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഇന്ന് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. 11-ാം തീയതി രാവിലെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് മെസ്സേജ് അയക്കുന്ന, എനിക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.